ബ്യൂട്ടി മീൻസ് ക്വാളിറ്റി. ക്വാളിറ്റി പ്രൊഡക്ട്സുകളുമായി നിങ്ങളുടെ സൗന്ദര്യ സങ്കല്പങ്ങളെ സാക്ഷാത്കരിക്കുന്നതിന് ഞങ്ങളുണ്ട് കൂടെ. റോയൽ ബ്യൂട്ടി പാർലർ ആൻഡ് സ്പാ, ചേലക്കര. ജില്ലയിൽ നിപ്പ രോഗത്തിന്റെ ആശങ്കയകറ്റി ജാഗ്രതയോടെ മുന്നോട്ടു പോകുമ്പോൾ വവ്വാൽ ശല്യത്താൽ പൊറുതുമുട്ടിയിരിക്കുകയാണ് ഷൊർണൂർ ചുടുവാലത്തൂർ നിവാസികൾ. ചുടുവാലത്തൂർ ക്ഷേത്രത്തിന് സമീപത്തുള്ള മരങ്ങളിലാണ് ആയിരക്കണക്കിന് വവ്വാലുകൾ നിലയുറപ്പിച്ചിരിക്കുന്നത്. ജില്ലയിൽ നിപ രോഗത്തിന്റെ ആശങ്കയകറ്റി ജാഗ്രതയോടെ മുന്നോട്ടു പോകുമ്പോൾ വവ്വാൽ ശല്യത്താൽ പൊറുതിമുട്ടുകയാണ് ഷൊർണൂർ ചുടുവാലത്തൂർ നിവാസികൾ. ചുടുവാലത്തൂർ ക്ഷേത്രത്തിന് സമീപത്തുള്ള മരങ്ങളിലാണ് ആയിരക്കണക്കിന് വവ്വാലുകൾ നിലയുറപ്പിച്ചിരിക്കുന്നത്. വീടിന്റെ കിണറുകളിൽ വവ്വാലുകൾ മലമൂത്ര വിസർജനം നടത്തുന്നതിനാൽ എല്ലാ വീടുകളിലെ കിണറുകളും ഷീറ്റുകൾ കൊണ്ട് മറച്ചിരിക്കുകയാണ്. വവ്വാലുകളുടെ വിസർജ്യം കൊണ്ട് ജനങ്ങൾ വീടുകൾക്ക് പുറത്ത് കുടയെടുത്ത് വേണം ഇറങ്ങാനെന്നും തുണികൾ പുറത്തുണക്കാൻ കഴിയാത്ത അവസ്ഥയാണെന്നുമാണ് നാട്ടുകാരുടെ പരാതി. പകൽ സമയത്ത് മരങ്ങളിൽ തൂങ്ങിക്കിടക്കുന്ന വവ്വാലുകൾ രാത്രിയിൽ പ്രദേശത്ത് കൂട്ടത്തോടെ പറക്കുന്നത് ഇരുചക്ര വാഹന യാത്രക്കാർക്കും അപകട ഭീഷണിയാകുന്നുണ്ട്. കിണറിൽ വെയിൽ കൊള്ളാമെന്നാണ് പറയുന്നത്. അതില്ല. പിന്നെ മുറ്റം മുഴുവൻ കാഷ്ടിച്ച് കൃഷിയൊന്നും ചെയ്യാൻ പറ്റില്ല. ഞങ്ങളെ ചീരക്ക് കൃഷിയായിരുന്നു, അതിലെല്ലാം കാഷ്ടിക്കുക. പച്ചക്കറികൾ മുഴുവൻ കാഷ്ടിക്കുകയാണ്. തുണി ഒന്നും പുറത്തിടാൻ നിർത്തില്ല. അങ്ങനെ വല്ലാത്ത ബുദ്ധിമുട്ടിലാണ് ഇരിക്കുന്നത്. എന്തെങ്കിലും പരിഹാരം ഉണ്ടായാൽ നന്നായിരുന്നു. നിങ്ങൾ പരാതികളൊന്നും കൊടുത്തില്ലേ? പരാതികൾ എല്ലാവരും കൂടി മെമ്പേഴ്സ് എല്ലാം കൂടിയിട്ട് പരാതി കൊടുത്തിട്ടുണ്ട്. ഒരു ആക്ഷൻ ഇതുവരെ ഉണ്ടായിട്ടില്ല. പ്രദേശത്ത് 100-ലധികം കുടുംബങ്ങളാണ് താമസിക്കുന്നത്. സ്വകാര്യ വ്യക്തിയുടെ സ്ഥലത്തെ മരങ്ങളിലാണ് വവ്വാലുകൾ കൂട്ടമായി എത്തിയിരിക്കുന്നത്. നാട്ടുകാരുടെ നേതൃത്വത്തിൽ നഗരസഭയ്ക്കും വനം വകുപ്പിനും ജില്ലാ കളക്ടർക്കും പരാതി നൽകിയെങ്കിലും ഇതുവരെയും നടപടിയുണ്ടായില്ല എന്നാണ് നാട്ടുകാരുടെ പരാതി. നമ്മുടെ നാട്ടിലിപ്പോ ഈ നിപ്പയൊക്കെ പകർന്നു വരുന്ന ഈ സാഹചര്യത്തില് നമുക്ക് ഇവിടെ ഈ പരിസരത്ത് ചുടുവാലത്തൂര് പരിസരത്ത് അമ്പലം പരിസരത്ത് കുറെ അധികം വവ്വാലുകൾ നിത്യ ജീവിതത്തിന് ഭീഷണിയായിട്ട് നിൽക്കുകയാണ്. ഞങ്ങൾക്ക് എല്ലാവർക്കും ഇതിൽ ആശങ്കയുണ്ട്. ഈ പരിസര പ്രദേശത്തുള്ള എല്ലാവർക്കും വെള്ളം കുടിക്കാനും ഒക്കെ നമുക്ക് വളരെ ആശങ്കയോടുകൂടിയാണ്. നമ്മൾ പല അധികാരികളോട് കാര്യം പറഞ്ഞിട്ടുണ്ട്. നമ്മുടെ അയൽവാസിയായ സുധീർ, അദ്ദേഹം പലതവണ കംപ്ലൈന്റ് ചെയ്തിട്ടുണ്ട്. പക്ഷെ അതിനൊന്നും ഇതുവരെ എന്നിട്ടും യാതൊരു ശമനം ഇക്കാര്യത്തിൽ ഉണ്ടായിട്ടില്ല എന്നുള്ളത് ഞങ്ങൾക്ക് വളരെയധികം ആശങ്കയാണ് ഉണ്ടാക്കുന്നത്. എന്നാൽ മരങ്ങൾ മുറിച്ചുമാറ്റിയതുകൊണ്ട് മാത്രം വവ്വാൽ പ്രശ്നം പരിഹരിക്കാൻ കഴിയില്ലെന്നും വനം വകുപ്പുമായി ആലോചിച്ച് തീരുമാനമെടുക്കുമെന്നും നഗരസഭാ അധ്യക്ഷൻ MK ജയപ്രകാശ് പറഞ്ഞു. ഷൊർണൂർ നഗരസഭയിലെ ചുടുവാലത്തൂരിലെ കുറച്ച് വീട്ടുകാർ ചേർന്ന ഒരു പരാതിയെല്ലാം വവ്വാലിന്റെ കൂട്ടം കൂടുന്നത് സംബന്ധിച്ചിട്ടുള്ള പരാതി നമുക്ക് കിട്ടിയിരുന്നു. നൂറുകണക്കിന് വവ്വാലുകളാണ് മരത്തിന് മുകളിൽ പകൽ സമയങ്ങളിൽ ഉണ്ടാവാറ്. സ്വാഭാവികമായിട്ടും അതൊരു സ്വകാര്യ വ്യക്തിയുടെ മരമായതുകൊണ്ട് നമുക്ക് ചില പരിമിതികളുണ്ട്. പിന്നെ വവ്വാലിനെ നമുക്കങ്ങനെ നിയമവിരുദ്ധമായിട്ടൊന്നും ചെയ്യാൻ സാധിക്കില്ല. സർക്കാരിന്റെ ജീവികളോടുള്ള ചില സമീപനങ്ങളുണ്ട്. അത് സെൻട്രൽ ആക്ടുമായി ഒക്കെ ബന്ധപ്പെട്ടതാണ്. കേന്ദ്ര ഗവൺമെന്റിന്റെ നിയമപരിരക്ഷയിൽ വരുന്ന കുറെ കാര്യങ്ങളാണ്. അപ്പോൾ നമുക്ക് അതിനെ നശിപ്പിക്കുക എന്നുള്ളത് ഒരു പ്രായോഗികമായിട്ടുള്ള കാര്യമല്ല. ഇപ്പം നമ്മൾ മൊത്തത്തിൽ മരം വെട്ടിക്കഴിഞ്ഞാൽ അത് അടുത്ത മരത്തിൽ കയറിയിരിക്കും. ഇങ്ങനെയുള്ള ചില പ്രശ്നങ്ങളുണ്ട്. അപ്പോൾ ആളുകളുടെ ആശങ്ക വളരെ പ്രധാനമാണ്. പക്ഷെ അതേസമയം നമുക്ക് ചില പരിമിതികൾ, നഗരസഭ എന്ന നിലയിൽ ചില പരിമിതികളുണ്ട്. അപ്പോൾ കൂടുതൽ വ്യക്തത വരുത്താനായിട്ട് നമ്മൾ ഫോറസ്റ്റുമായിട്ടൊക്കെ ബന്ധപ്പെട്ട് ഫോറസ്റ്റിനെ കൂടി സഹകരിപ്പിച്ചുകൊണ്ട് എന്ത് ചെയ്യാൻ പറ്റുന്നുള്ളത് ആലോചിച്ച് കൈകാര്യം ചെയ്യാവുന്നതേ ഉള്ളൂ. നിപ രോഗം ജില്ലയിൽ പിടിപെട്ടതോടെ ചുടുവാലത്തൂർ നിവാസികൾ ആശങ്കയോടെയാണ് ഓരോ ദിവസവും തള്ളി നീക്കുന്നത്. ന്യൂസ് ഡെസ്ക് CCV.